മലയാള സിനിമയുടെ 90കളും 2000 കാലഘട്ടവും അടക്കി ഭരിച്ച താരരാജാക്കന്മാരാണ് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്നിവർ. രാജമാണിക്യം, രാവണപ്രഭു, റൺവേ, കമ്മീഷണർ, ദി കാർ എന്നു തുടങ്ങി ഇവർ അഭിനയിച്ച ചിത്രങ്ങളെല്ലാം എന്നും സിനിമാ ആരാധകരുടെ ഇഷ്ട സിനിമകളാണ്. ന്യൂ ജനറേഷൻ മലയാള സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കിയ ശേഷം ഇവരുടെ എല്ലാം നിറം മങ്ങിയ കാഴ്ചകളാണ് സിനിമാ ലോകം കണ്ടത്. ദുൽഖർ സൽമാൻ, ഫഹദ് ഫാസിൽ, നിവിൻ പോളി, ആസിഫ് അലി എന്നിവരെല്ലാം ഈ ന്യൂ ജനറേഷൻ ഗ്യാപ്പിൽ തിളങ്ങിയവരാണ്. അതുവരെ കണ്ടുവന്ന മലയാള സിനിമയുടെ ശൈലി മാറ്റിപ്പിടിക്കാനും പുതിയൊരു മുഖം നൽകാനും ഈ ന്യൂജൻ അഭിനേതാക്കൾക്കും അണിയറ പ്രവർത്തകർക്കും സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ മലയാള സിനിമ കണ്ടുവരുന്നത് ആ പഴയ താരരാജാക്കന്മാരുടെ ഗംഭീര തിരിച്ചുവരവുകളാണ്. ഒരു കാലത്ത് മലയാള സിനിമ അടക്കിവാണവർ ഇപ്പോൾ വീണ്ടും സജീവമാകുന്ന കാഴ്ച. കോവിഡിന് ശേഷം മാസും ക്ലാസുമായി മമ്മൂട്ടി അരങ്ങുവാഴുമ്പോൾ തുടർ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിരുന്ന മോഹൻലാലിനെയാണ് ആരാധകർ കണ്ടത്. മോഹൻലാലിന്റെ അവസാന പടം വിജയിച്ചിട്ട് എത്ര നാളായി എന്ന് ചോദിക്കുന്നവരോട് ബോക്സ് ഓഫീസ് ഭരിക്കാൻ അയാൾക്ക് മാസിന്റെയോ പഞ്ച് ഡയലോഗുകളോ ആവശ്യമില്ലെന്ന് തെളിയിക്കുന്നതാണ് നേരെന്ന ക്ലാസ് സിനിമയുടെ വിജയവും അതിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനും. പല നടന്മാരുടെയും മാസ് സിനിമയുടെ ആഗോള കളക്ഷൻ റെക്കോർഡുകളാണ് ഒരു ക്ലാസ് സിനിമയിലൂടെ മോഹൻലാൽ എന്ന നടൻ തിരുത്തി കുറിക്കുന്നത്. മോഹൻലാലിന് ഇനി വരാനിരിക്കുന്ന ലൈനപ്പുകൾ തിയേറ്ററിനെയും ബോക്സ് ഓഫീസിനെയും പൂരപ്പറമ്പാക്കാൻ കഴിയുന്നവയാണെന്നതിൽ സംശയിക്കേണ്ടതില്ല. ഏത് രീതിയിൽ, എപ്പോൾ, എങ്ങനെ വരുമെന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത രീതിയിലാണ് മലയാളത്തിന്റെ മെഗാ നടൻ മമ്മൂട്ടിയുടെ ലൈനപ്പുകൾ. മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ അയാളുടെ നടനെ എപ്പോഴും പണിതുകൊണ്ടിരിക്കും. മലയാളത്തിനപ്പുറം തമിഴിലും തെലുങ്കിലും പോയി അയാളിലെ നടനെ അടയാളപ്പെടുത്തുന്നുണ്ട്. കോവിഡിന് ശേഷം വലിയ പരാജയങ്ങളില്ലാതെയാണ് മമ്മൂട്ടി തന്റെ കരിയറിൽ മുന്നോട്ട് പോകുന്നത്. മിഥുൻ മാനുവലിന്റെ കോമഡി ആക്ഷൻ സിനിമയ്ക്ക് ശേഷം ബ്രഹ്മയുഗം പോലുള്ള ക്ലാസ് മൂവിയിലേക്കുള്ള അയാളുടെ പരകായ പ്രവേശം സിനിമാ ആസ്വാദകരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പോലീസ് വേഷങ്ങൾ ചെയ്ത് മനംമടുത്ത് സിനിമയ്ക്ക് ബ്രേക്ക് ഇട്ട ശേഷം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതാണ് മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി. ഒരു കാലത്ത് ആണത്തത്തിന്റെ പൊതുരൂപമായിരുന്നു താരത്തിന്. എന്നാൽ സിനിമയിൽ നിന്ന് കുറച്ചു കാലത്തേക്ക് ബ്രേക്ക് എടുത്ത താരം ടെലിവിഷൻ ചാനലുകളിൽ സജീവമായി രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ സിനിമയിലേക്ക് തന്നെ പഴയതിനേക്കാൾ ശക്തിയോടെ സുരേഷ് ഗോപിയും തിരിച്ചു വന്നിരിക്കുകയാണ്. വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയിൽ നല്ലൊരു വേഷം ചെയ്ത താരം പാപ്പൻ, ഗരുഡൻ എന്നീ സിനിമകളിലൂടെ തന്റെ താരപദവിക്ക് ഒരു ക്ഷീണവും സംഭവിച്ചിട്ടില്ലെന്ന് കാണിച്ചു തന്നു. ഇനി വരാനിരിക്കുന്ന വരാഹത്തിലും ഒറ്റക്കൊമ്പനിലും വലിയ പ്രതീക്ഷയാണുള്ളത്. കുടുംബ പ്രേക്ഷകരുടെ നായകനാണ് എന്നും ജയറാം. കുടുംബ പശ്ചാത്തലത്തിലൂടെ തമാശയും സങ്കടവും ഒരേപോലെ പ്രേക്ഷകർക്ക് നൽകി പൊട്ടിച്ചിരിപ്പിക്കാനും ഈറനണിയിപ്പിക്കാനും താരത്തിന് കഴിയും. അതിനുദാഹരണങ്ങളാണ് വെറുതെയല്ല ഭാര്യ, മേലെപ്പറമ്പിലാൺ വീട്, പുതുക്കോട്ടയിലെ പുതുമണവാളൻ, ഉത്തമൻ എന്നിവയെല്ലാം. ഇത്തരം കഥാപാത്രങ്ങളിലൂടെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്ത താരമാണ് ജയറാം. തന്റെ ഒരേ ശൈലിയിലുള്ള കഥകളുടെ തെരഞ്ഞെടുപ്പും ഒരേ ശൈലിയുള്ള കഥാപാത്രവും ജയറാമിന്റെ കരിയറിൽ വലിയ തിരിച്ചടിയാണ് നൽകിയത്. മിഥുൻ മാനുവലിന്റെ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയിൽ വളരെ വ്യത്യസ്തനായ ജയറാമിനെ കണ്ട ത്രില്ലിലാണ് ഇപ്പോൾ ഓരോ പ്രേക്ഷകരും. മനുഷ്യ വൈകല്യങ്ങളെ നായക രൂപത്തിലേക്ക് എത്തിച്ച് നർമ്മത്തിലൂടെ പ്രേക്ഷകരുടെ മനം നിറയ്ക്കുന്ന നടനാണ് ദിലീപ്. പുതിയ കാലത്ത് നൊസ്റ്റാൾജിയകളിൽ നിറഞ്ഞു നിൽക്കുന്നതിൽ അധികവും പഴയകാല ദിലീപ് സിനിമകളാണ്. വെട്ടം, പറക്കും തളിക, പഞ്ചാബി ഹൗസ് എന്നിവയെല്ലാം അതിൽ ചിലതാണ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് താരം സമൂഹത്തിലും സിനിമാ മേഖലയിലും പിന്തള്ളപ്പെട്ടെങ്കിലും സിനിമാ ലോകത്ത് രാമലീലയിലൂടെ ദിലീപ് തിരിച്ചു വന്നിരുന്നു. പിന്നീട് വന്ന ദിലീപ് ചിത്രങ്ങളൊന്നും വലിയ വിജയം നേടാതെ ബോക്സ് ഓഫീസിൽ മങ്ങിയ കാഴ്ചയാണ് കണ്ടത്. ഉടൽ സംവിധായകന്റെ തങ്കമണി എന്ന സിനിമയിൽ വ്യത്യസ്ത ജേണറുമായി ദിലീപ് കൂടി അരങ്ങിലെത്തുമ്പോൾ പഴയകാല താരരാജാക്കന്മാരെല്ലാം പഴയ പ്രതാപത്തോടെ തിരശ്ശീലയിൽ തകർത്താടുന്നതിനായിരിക്കും ഈ 2024 സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്.